ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് L&T ഡി ബി നമ്മൾ ഓപ്പൺ ആയിട്ട് ചെയ്യുന്ന, അതായത് ബിൽഡിങ്ങിൻ്റെയോ അല്ലെങ്കിൽ കടകളുടെ അകത്ത് നമ്മൾ ഓപ്പൺ ആയിട്ട് കൺസീൽഡ് ചെയ്യാതെ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഈ ഡി ബി നമ്മൾ ചെയ്യുന്നത് ഓപ്പൺ ആണ്. അത് ഷോപ്പ് ആയതുകൊണ്ട് നമ്മൾ ഓപ്പൺ ആയിട്ട് ചെയ്യുന്നത്, ഭിത്തിയുടെ ഉള്ളിലല്ല കൺസീൽ ചെയ്തല്ല ചെയ്യുന്നത്. ഈ ഡി ബി തന്നെയാണ് നമ്മൾ കൺസീൽ ചെയ്യാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിലേക്ക് ഇൻപുട്ട് വന്നിരിക്കുന്ന, അതായത് ഇതിൻ്റെ അകത്തേക്ക് വന്നിരിക്കുന്ന KCB എന്ന് വരുന്ന ലൈൻ വരുന്നത് നമ്മുടെ പാനൽ ബോർഡ് വഴി, പാനൽ ബോർഡിൽ നിന്നും കേബിളാണ്. 16 സ്ക്വയർ കേബിൾ വഴിയാണ് വന്നിരിക്കുന്നത്. പിന്നെ ഈ കാണുന്ന എല്ലാം തന്നെ അതിൻ്റെ കൂടെ തന്നെ, കേബിളിൻ്റെ കൂടെ തന്നെ എർത്ത് കൂടി നമ്മൾ സെപ്പറേറ്റ് വലിച്ചു വന്നിട്ടുണ്ട്. കോപ്പറിൻ്റെ എർത്ത് സെപ്പറേറ്റ് വലിച്ചു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അത് നമ്മൾ പാനൽ ബോർഡിൽ കറക്റ്റായിട്ട് എർത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി ഇവിടെ നിന്നുള്ള എർത്ത് നമുക്ക് അവിടെ പാനൽ ബോർഡിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ഈ കാണുന്ന വയറുകളെല്ലാം തന്നെ ഇവിടെ കാണുന്ന റൂമിൻ്റെ അല്ലെങ്കിൽ ഷോപ്പിൻ്റെ അകത്ത് വരുന്ന സർക്യൂട്ട് വയറുകളാണ്. ഫേസ്, ന്യൂട്രൽ, എർത്ത്, പിന്നെ ഇൻവെർട്ടർ, മാസ്റ്റർ ലൈൻ. നമുക്ക് ഷോപ്പും കാര്യങ്ങളൊക്കെയാണ്, മാസ്റ്റർ ലൈൻ ആവശ്യമില്ല. മെയിനായിട്ട് വരുന്നത് ഫേസ്, ന്യൂട്രൽ, എർത്ത്, പിന്നെ മാസ്റ്റർ കണക്ഷൻ. ഇങ്ങനെ 4 വയറുകളാണ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ പറയുന്ന പൈപ്പുകളെല്ലാം തന്നെ നമ്മുടെ റൂമുകളിലേക്ക് ഓപ്പൺ വയറിംഗ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. 25 mm പൈപ്പ് നമ്മൾ സാഡിൽ ചെയ്തിട്ടാണ് കൊണ്ടുപോയിരിക്കുന്നത്. ചില സ്ഥലങ്ങളിൽ ഓവർലാപ്പ് വരുന്നുണ്ട്. ഓവർലാപ്പ് നമ്മൾ ഒഴിവാക്കിയതിന് ശേഷം ഡയറക്റ്റായിട്ട് ഡി ബിയിലേക്ക് ഇറക്കിയിരിക്കുന്നു. പിന്നെ കേബിൾ ഗ്ലാൻഡ് ചെയ്തിട്ടാണ് ഇറക്കിയിരിക്കുന്നത്. പിന്നെ അതിന് തൊട്ടപ്പുറത്ത് തന്നെ നമ്മളൊരു 12-ൻ്റെ ബോക്സും ഒരു 16-ൻ്റെ ബോക്സും വെച്ച് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ കൺട്രോളിങ് സ്വിച്ച് കാര്യങ്ങളെല്ലാം വരുന്നത് ഓപ്പൺ ബോക്സാണ് വന്നിരിക്കുന്നത്. GMൻ്റെ അല്ലെങ്കിൽ പല കമ്പനികളുടെ ഗോൾഡ് മെഡലിൻ്റെയൊക്കെ നമുക്ക് പല മോഡലുകൾ നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് മെയിൻ സർക്യൂട്ട് കാര്യങ്ങളൊക്കെ വരുന്നതിന് ശേഷം തൊട്ടുപുറത്ത് വരുന്ന മെയിൻ ലൈറ്റുകൾ, ഫാനുകളെല്ലാം തന്നെ നമ്മൾ ഈ 12 മോഡ്യൂൾ, ഏറ്റവും മുകളിൽ കൊടുത്തിരിക്കുന്ന 12 മോഡ്യൂളും അതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്നത് 16 മോഡ്യൂളിൻ്റെയാണ് വന്നിരിക്കുന്നത്. 16 മോഡ്യൂൾ എന്ന് വെച്ചാൽ 16 സ്വിച്ച് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു സ്വിച്ച് എന്ന് ഉദ്ദേശിക്കുന്ന ഒരു മോഡ്യൂളായിട്ടാണ് കൂട്ടുന്നത്. അതെല്ലാം തന്നെ മോഡുലാർ ടൈപ്പാണ് നമ്മൾ ഇപ്പോൾ കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു സ്വിച്ച് ഒരു മോഡ്യൂളായിട്ട് കൂട്ടും. ഒരു പ്ലഗ് വരുന്ന സമയത്ത് 2 മോഡ്യൂളായിട്ട് കൂട്ടും. പിന്നെ ഒരു റെഗുലേറ്റർ, പ്ലഗ് ടൈപ്പ് വരുന്ന ടൈപ്പ്, അത് 2 മോഡ്യൂളായിട്ടാണ് കൂട്ടുന്നത്. അങ്ങനെ ടോട്ടൽ വരുന്ന സമയത്ത് നമ്മൾ അതിനനുസരിച്ചിട്ട് ഒരു മോഡ്യൂൾ 2 മോഡ്യൂൾ അങ്ങനെ കണക്ട് ചെയ്ത് നമുക്ക് എടുക്കാൻ സാധിക്കും. അതായത് ടോട്ടൽ വരുമ്പോൾ ആവറേജ് നോക്കി കഴിയുമ്പോൾ, അതായത് ഒരു 12 മോഡ്യൂളിൻ്റെ പ്ലേറ്റിൽ വരുമ്പോൾ 12 സ്വിച്ച്. അതല്ല നമ്മളൊരു പ്ലഗ് കൂടി ഇടുകയാണെങ്കിൽ 10 സ്വിച്ചും ഒരു പ്ലഗ് സോക്കറ്റും കൂടി വരുമ്പോൾ 12 കാൽക്കുലേറ്റ് ചെയ്ത്, അങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഡി ബിയുടെ അകത്ത് വരുന്ന കണക്ഷൻസും കാര്യങ്ങളൊക്കെയാണ്. ഇത് എർത്ത് റോഡാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ, ഡി ബിയുടെ കൂടെ തന്നെ നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് അതിൻ്റെ ലിങ്കർ കാര്യങ്ങളെല്ലാം അതിൻ്റെ കൂടി അറ്റാച്ച് ചെയ്ത് തന്നിട്ടുണ്ടാവും. അതായത് ആദ്യം ELCB, ഐസൊലേറ്റർ, സെലക്ടർ, തൊട്ടുപുറത്ത് 3 സെക്ഷൻ എന്ന് പറയുന്നത് 3 ഫേസ് കണക്ഷൻ ആയതുകൊണ്ട് 3 സെക്ഷനിലേക്ക് വരുന്ന RYB എന്ന് പറയുന്ന 3 ഫേസ്, പിന്നെ ന്യൂട്രൽ ലിങ്ക്, പിന്നെ എർത്ത്. ഇങ്ങനെയാണ് മെയിനായിട്ട് വരുന്ന ഡി ബിയുടെ കണക്ഷൻസും കാര്യങ്ങളെല്ലാം വരുന്നത്. നമുക്ക് AC കാര്യങ്ങൾ കൂടുതലുള്ളത് കൊണ്ടാണ് നമ്മൾ 3 ഫേസിൻ്റെ കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഡി ബി ഉറപ്പിച്ചിരിക്കുന്നത് ഏകദേശം നമ്മുടെ ഫ്ലോർ ലെവലിൽ നിന്ന് 5 അടി ഹൈറ്റിൽ അതിന് മുകളിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. 5 അടി ഹൈറ്റിന് മുകളിലേക്ക് നമ്മൾ ഡി ബിയും അതിൻ്റെ മീറ്റർ ബോക്സും, മീറ്റർ ബോക്സ് അല്ല, അതിൻ്റെ സ്വിച്ച് ബോർഡും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.